കളക്ടറേറ്റിലെ കോൺഫറൻസ് റൂമിലെ യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി എവിടെ നിന്ന് പോകുന്നു? അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം ഇനി എത്തുന്നത് SKMJ സ്കൂളിന് സമീപമുള്ള ഹെലിപാഡിലാണ്. അവിടെ നിന്നാണ് പ്രധാനമന്ത്രി കണ്ണൂരേക്ക് പോവുക, അവിടെ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. ഏതാണ്ട് 1 മണിക്കൂറാണ് ഷെഡ്യൂളിൽ വ്യത്യാസം വന്നിരിക്കുന്നത്. ദീപക് ധർമ്മടമുണ്ട് ഇപ്പോൾ ഹെലിപാഡിന് സമീപത്ത് നിന്ന്. ദീപക്, എന്താണ് വിവരങ്ങൾ? പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം ഹെലിപാഡിൽ എത്തിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി ഹെലിപാഡിൽ നിന്നും ഇപ്പോൾ ഹെലിപാഡിലേക്ക് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി. പ്രധാനമന്ത്രി വാഹന വ്യൂഹത്തിൽ പ്രധാനമന്ത്രി പുറത്തിറങ്ങി. ആദ്യം മന്ത്രി കെ രാജനാണ് മുൻപിൽ അദ്ദേഹത്തെ യാത്രയാക്കാനുള്ളത്, റവന്യൂ മന്ത്രി. തൊട്ടുപുറകിൽ ജില്ലയിലെ മന്ത്രി OR കേളുവുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനുമുണ്ട്. ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും. ഹെലികോപ്റ്ററിലേക്ക് പ്രധാനമന്ത്രി കാറിൽ നിന്നും ഇറങ്ങി നടക്കുകയാണ്. അതിനുശേഷം അദ്ദേഹത്തെ ഓഫ് ചെയ്യാൻ വേണ്ടി, യാത്രയാക്കാൻ വേണ്ടി നേരത്തെ തന്നെ നിശ്ചയിച്ച അവരെ ലൈനപ്പ് ചെയ്ത് നിർത്തിയിരുന്നു. പ്രോട്ടോകോൾ പ്രകാരം ലൈനപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ കാറിൽ നിന്നും ഇറങ്ങി. തൊട്ടുപുറകിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കാണാം. മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കാറിൽ നിന്നും ഇറങ്ങി ഹെലികോപ്റ്ററിലേക്ക് യാത്രയാകാൻ വേണ്ടി പോകുന്നു. അവരെ യാത്രയാക്കാൻ വേണ്ടി നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ട ലൈനപ്പ് ചെയ്ത പ്രമുഖരോട് പ്രധാനമന്ത്രി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അദ്ദേഹം നേരെ എയർഫോഴ്സിന്റെ 17 വിമാനത്തിൽ ഹെലികോപ്റ്ററിൽ കയറും. നേരെ കണ്ണൂരിലേക്കാണ് പോവുക. പ്രധാനമന്ത്രി ഒരു ദിവസം മുഴുവൻ ഒരുപക്ഷെ ദുരന്ത മേഖലയിൽ ദുരന്തബാധിതർക്കൊപ്പം എന്ന് പറയാം. ഇനി കേരളത്തിന്റെ പ്രതീക്ഷ, വയനാടിന്റെ പ്രതീക്ഷ, പ്രധാനമന്ത്രി ഡൽഹിയിലെത്തി കേന്ദ്ര സഹായം എന്ത് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. പ്രധാനമന്ത്രിയുടെ ക്രൂ ഇപ്പോൾ ഹെലികോപ്റ്ററിലേക്ക് കയറി തുടങ്ങിയിരിക്കുന്നു. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഹെലികോപ്റ്ററിലേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. അവർ അവിടെ എത്തിയ പ്രമുഖരുമായി സംസാരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കനത്ത സുരക്ഷാ സംവിധാനമാണ് പോലീസ് ഒരുക്കിയത്. സാധാരണ 1500 പോലീസ് സേനാംഗങ്ങളാണ്. പക്ഷേ എന്നാൽ വയനാട്ടിലെ പ്രത്യേക സാഹചര്യത്തിൽ 2500 പോലീസ് സേന അംഗങ്ങളാണ്. പ്രധാനമന്ത്രി തൊഴുകയോടുകൂടി അവരുടെ മുൻപിൽ നിന്നും യാത്രയായി ഹെലികോപ്റ്ററിലേക്ക് നടക്കുകയാണ്. തൊട്ടുപുറകിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുണ്ട്. ദൃശ്യങ്ങളിൽ കാണാം. പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിലേക്ക്, എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററിലേക്ക് കയറാൻ വേണ്ടി നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളാണ്. ആദ്യം ഹെലികോപ്റ്ററിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ കയറുന്നു. ഹെലികോപ്റ്ററിൽ കയറി പ്രധാനമന്ത്രി എല്ലാവരോടും കൈകൂപ്പി യാത്ര പറയുകയാണ്. അവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരോടുൾപ്പെടെ, SOGയോടുൾപ്പെടെ, SPGയോടുൾപ്പെടെ അദ്ദേഹം യാത്ര പറയുന്നു. കൈകൂപ്പി യാത്ര പറയുകയാണ് ഹെലിപാഡിൽ. അത് കഴിഞ്ഞ് അദ്ദേഹം ഹെലികോപ്റ്ററിനരികിലേക്ക് നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ ഇപ്പോഴും കയറിയിട്ടില്ല. അദ്ദേഹം ഓരോരുത്തരോടും യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രധാനമന്ത്രി ഇപ്പോൾ ഹെലികോപ്റ്ററിലേക്ക് കയറി കഴിഞ്ഞു. പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിലേക്ക് പ്രവേശിച്ചു. ഇനി അല്പസമയത്തിനകം തന്നെ ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്യും. അദ്ദേഹത്തെ യാത്രയേക്കാൻ ചെന്ന മന്ത്രിമാർ, മറ്റു പ്രമുഖർ എല്ലാവരും തിരിച്ച് ഹെലിപാഡിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വാഹനവും പുറത്തേക്ക് ഹെലിപാഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രി ചോപ്പറിലേക്ക് കയറിയതിനു ശേഷം മറ്റ് എസ്കോർട്ടിംഗ് പാർട്ടി, അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള യാത്ര ചെയ്യുന്നവർ ഹെലികോപ്റ്ററിലേക്ക്, എയർഫോഴ്സിന്റെ M17 ഹെലികോപ്റ്റർ ദുരന്തമുഖത്ത് പ്രധാനമന്ത്രിയും രാജ്യരക്ഷാമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ യാത്ര ചെയ്യാറുള്ള, ഏത് സങ്കീർണ പ്രദേശത്തും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ എയർഫോഴ്സിന്റെ വിമാനത്തിൽ പ്രധാനമന്ത്രി കയറി കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്യും. സാധാരണഗതിയിൽ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ പോകുന്നതിന് മുൻപ് തന്നെ സുരക്ഷാ ഹെലികോപ്റ്ററാണ് ആദ്യം പറക്കുക. അതിനുശേഷം സുരക്ഷാ ഹെലികോപ്റ്റർ മുൻപിലൂടെ പോയി വഴിയൊരുക്കിയതിന് ശേഷമായിരിക്കും പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ സാധാരണ നീങ്ങാറുള്ളത്. ഇപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കാണാം. ദൃശ്യങ്ങളിൽ കാണുന്നത് 2 ഹെലികോപ്റ്ററിന്റെയും പങ്കകൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം. ലീഫുകൾ വേഗത കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി കേരളത്തിന്റെ പ്രതീക്ഷ ഈ വേഗത്തിനൊപ്പം ദുരന്തബാധിതർക്കുള്ള ദുരിതാശ്വാസ സഹായമായി കേന്ദ്രം വേഗത്തിൽ എന്തു തരുമെന്നുള്ളതാണ്. മന്ത്രിമാർ K രാജനൊക്കെ ഇപ്പോൾ പുറത്തേക്ക് ഹെലിപാഡിൽ നിന്നും പുറത്തേക്ക് വരുന്നു. OR കേളുവിനെ കാണാം. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെ കാണാം. K സുരേന്ദ്രൻ നേരത്തെ തന്നെ നമ്മളോട് സംസാരിച്ചത് കേരളം മാത്രമല്ല ഈ ദുരന്തത്തെ നേരിടേണ്ടത്, കേന്ദ്രത്തിന്റെ സഹായം ഉറപ്പാക്കും, അതിനുവേണ്ടി BJPയുടെ ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഹെലികോപ്റ്റർ 2 എണ്ണത്തിന്റെയും വേഗത കൂടിക്കൊണ്ടേയിരിക്കുന്നു. അല്പസമയത്തിനകം ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ആകും. ആദ്യം ഏത് ഹെലികോപ്റ്ററാണ് ടേക്ക് ഓഫ് ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നമുക്ക് സൂചനകൾ കൊണ്ട് മനസ്സിലാകുന്നത് ആദ്യം സുരക്ഷാ ഹെലികോപ്റ്റർ ആയിരിക്കും ടേക്ക് ഓഫ് ആകുന്നത്. അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും യാത്ര ചെയ്യുന്ന ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ആവുക. ഏതായാലും
ദുരന്ത മേഖലയിലെ ഒരു റിപ്പോർട്ടിന്റെ ആവശ്യമില്ലാതെ ദുരന്തബാധിതരെ നേരിട്ട് സംസാരിക്കുന്നു. ദുരന്തമുഖത്ത് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത സമയം പോലും മാറ്റിവെച്ചുകൊണ്ട് പ്രധാനമന്ത്രി ദുരന്തമുഖത്തേക്ക് നടന്നു നീങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. ADGP MR അജിത് കുമാറിനോട് ഓരോ കാര്യങ്ങളും ചോദിച്ച് പ്രധാനമന്ത്രി മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ദുരന്തത്തിന്റെ നേർസാക്ഷ്യം, നേർചിത്രം, നേർദൃഷ്ടാന്തം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിട്ടിയിട്ടുണ്ട്. നേരത്തെ കച്ചിലെ ദുരന്ത സമയത്ത് പ്രധാനമന്ത്രി പോയ ദൃശ്യങ്ങൾ നമ്മൾ ഓർക്കുന്നുണ്ട്. അതുപോലെ ഉത്തരാഖണ്ഡിലുണ്ടായ വലിയ ദുരന്ത സമയത്ത് നമ്മൾ കണ്ടതാണ്. രാജസ്ഥാനിൽ നമ്മൾ കണ്ടതാണ്. അതിനേക്കാളൊക്കെ ഒരു നാടാകെ ഒരു രാത്രിയിൽ മണ്ണിനടിയിലേക്ക് അമർന്നുപോയ ആ ദുരന്ത ഭൂമിയിലൂടെ ഒരുപക്ഷെ നിരവധി മനുഷ്യ ശരീരങ്ങൾ മണ്ണിനടിയിൽ കിടക്കുന്ന ആ ഭൂമിയിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നടന്നു നീങ്ങിയത്. അതിനുശേഷമുള്ള അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞതും കേരളത്തെ, വയനാടിനെ ചേർത്ത് പിടിക്കും, ഒരുമിച്ച് മുന്നോട്ട് പോകണം, വയനാടിനൊപ്പവും കേരളത്തിനൊപ്പവുമുണ്ട്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി അന്ന് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ വിളിച്ച് പിന്തുണ അറിയിച്ചത്. രക്ഷാപ്രവർത്തനം മാതൃകാപരമായിരുന്നു. അതായത് സൈന്യം, NDRF, ഒപ്പം കേരള പോലീസ്, SOG ഇവരെല്ലാം നടത്തിയ പ്രവർത്തനം മികച്ചതായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തും വിധത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ലഘു സംഭാഷണം. ഏതായാലും പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങി ഇനി എന്ത് പ്രഖ്യാപനമുണ്ടാകും എന്നുള്ളതാണ് പ്രധാനം. കേരളം ആവശ്യപ്പെട്ടത് കേരള സർക്കാർ മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന ഒരു ടൗൺഷിപ്പ് ഇവരെ പുനരധിവസിപ്പിക്കാൻ, ആ പുനരധിവാസത്തിന് ഒരു സമഗ്ര പാക്കേജ് കേന്ദ്രത്തിൽ നിന്നും കിട്ടണമെന്നുള്ളതാണ്. ആ ഹെലികോപ്റ്ററിന്റെ പങ്കയുടെ വേഗത കൂടുമ്പോലെ എത്രയും വേഗത്തിൽ കേരളത്തിന്, വയനാടിന് കേന്ദ്ര സഹായം എത്തട്ടെ എന്നുള്ളതാണ് ഈ ഹെലികോപ്റ്റർ ഉയരുമ്പോഴും ഈ വയനാട്ടുകാർ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ദുരന്തമുഖത്ത് നിന്നും കണ്ടവരെല്ലാം പറയുന്നത് കേന്ദ്ര സഹായം വേണം എന്നുള്ളത് തന്നെയാണ്. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് നമുക്കറിയാം. ഇതാ ഹെലികോപ്റ്റർ ടേക്ക് ഓഫിന് ഒരുങ്ങുന്നു. ആദ്യം പൊങ്ങുന്നത് ഹെലികോപ്റ്റർ പ്രധാനമന്ത്രിയുടേതായിരിക്കില്ല, അത് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നീങ്ങുന്ന ഹെലികോപ്റ്റർ ആയിരിക്കുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ഹെലികോപ്റ്ററിന്റെ പങ്കയുടെ വേഗത വെച്ച് കണക്കുകൂട്ടാത്തത്. സാധാരണ സുരക്ഷാ പ്രോട്ടോകോൾ പ്രകാരം പ്രധാനമന്ത്രി ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരടങ്ങിയ ഒരു ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്യും. അതിനുശേഷം പ്രധാനമന്ത്രി തൊട്ടുപുറകിൽ മൂന്നാമത്തെ നിരീക്ഷണത്തിന്റെ, അതായത് എസ്കോർട്ടിംഗ് ഹെലികോപ്റ്റർ, അങ്ങനെയാണ് നീങ്ങുക. ഏതായാലും ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നു ഹെലികോപ്റ്ററുകൾ രണ്ടെണ്ണം. ഒന്ന് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഗവർണറും ചീഫ് സെക്രട്ടറിയും ഒക്കെയുള്ള ഹെലികോപ്റ്റർ, അതാണ് രണ്ടാമത്തെ ഹെലികോപ്റ്റർ. അതിൻ്റെ തൊട്ടരികിലുള്ള, നമ്മൾ ഈ ക്യാമറയിൽ നിന്നും പ്രേക്ഷകർ കാണുമ്പോൾ ഏറ്റവും അടുത്തുള്ള ഹെലികോപ്റ്റർ, അത് സുരക്ഷാ ഉദ്യോഗസ്ഥരും പ്രധാനമന്ത്രിയുടെ ക്രൂ മെമ്പേഴ്സും യാത്ര ചെയ്യുന്നതാണ്. ഏതായാലും ഹെലികോപ്റ്റർ ടേക്ക് ഓഫിന് ഒരുങ്ങുന്നു. പോലീസിന്റെ കനത്ത സുരക്ഷാ ക്രമീകരണം. ഹെലിപാഡിൽ നിന്നും ബാക്കി എല്ലാവരും പുറത്തേക്ക് മാറിക്കഴിഞ്ഞു. പ്രധാനമന്ത്രിയെ യാത്രയേക്കാൻ വന്നവർ, ഒപ്പം മറ്റ് ഉദ്യോഗസ്ഥർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ എല്ലാവരും മാറി ടേക്ക് ഓഫിനുള്ള ക്ലിയറൻസ് നൽകി കഴിഞ്ഞു. ആദ്യം പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്ററാണ് പൊങ്ങുന്നത്. ഇതാ വേഗത്തിൽ ഉയർന്നു പൊങ്ങുകയാണ്. ഈ വേഗം തന്നെ കേന്ദ്രത്തിന്, കേരളത്തിന് കൈത്താങ്ങാവാൻ ഉണ്ടാകട്ടെ എന്നുള്ളതാണ് വയനാടിന്റെ ആശ. ഇതാ പ്രധാനമന്ത്രിയുടെ എയർഫോഴ്സിന്റെ M-17 ഹെലികോപ്റ്ററാണ് ആദ്യം ടേക്ക് ഓഫ് ചെയ്തത്. ഇതാ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിയും ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഹെലികോപ്റ്റർ പറന്നുയരുകയാണ്. ഹെലിപാഡിൽ നിന്നും ഉയർന്നു പറക്കുകയാണ് ഹെലികോപ്റ്റർ. ഈ വേഗം തന്നെ കേരളത്തിന് സഹായം നൽകുന്നതിൽ, കേന്ദ്ര പാക്കേജ് പ്രഖ്യാപിക്കുന്നതിൽ ഉണ്ടാകട്ടെ എന്നുള്ളതാണ് വയനാടിന്റെ ആഗ്രഹം, ഈ നാടിന്റെ ആഗ്രഹം. ഇതാ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ പറന്ന് മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാ കണ്ണൂരിൽ അവിടെ പ്രധാനമന്ത്രിയുടെ B777 എയർഫോഴ്സ് വിമാനം കാത്തിരിക്കുകയാണ്. ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു, ഇവരുടെ ഹെലികോപ്റ്റർ പറന്നു വരുന്നു. ഇതാ ക്രൂ മെമ്പർമാരുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഹെലികോപ്റ്റർ കൂടി ഇതാ ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ തൊട്ടു പുറകിൽ ഇതാ അവർ യാത്രയായിരിക്കുന്നു. ഇനി ഒരു ഹെലികോപ്റ്റർ കൂടി പോകാനുണ്ട്. ആ ഹെലികോപ്റ്ററിൽ പിറകിൽ നിന്നുള്ളവരാണ്. ഏതായാലും ഇതാ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വലയം തീർക്കലിന് ശേഷം ഹെലിപാഡിൽ നിന്നും ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും പറന്നുയർന്നു കഴിഞ്ഞു. ഏതായാലും ഗ്രൗണ്ട് സീറോയിൽ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ, ഏറ്റവും ഗ്രാസ് റൂട്ട് റിയാലിറ്റീസ് പ്രധാനമന്ത്രി തിരിച്ചറിഞ്ഞു, നേരിട്ട് കണ്ടറിഞ്ഞു, വീണ്ടും ചോദിച്ച് പ്രധാനമന്ത്രി മനസ്സിലാക്കി. ദുരന്തബാധിതരെ കണ്ടു, രോഗികളെ, ചികിത്സയിൽ ആശുപത്രിയിൽ കഴിയുന്നവരെ കണ്ടു, ഇതുപോലെ ക്യാമ്പിൽ, ദുരിതാശ്വാസ ക്യാമ്പിൽ കണ്ണീരുമായി കഴിയുന്നവരെ കണ്ടു. പ്രധാനമന്ത്രി ഏറ്റവും ഒടുവിൽ ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിലും പങ്കെടുത്തു. ഏതായാലും പ്രധാനമന്ത്രി ഇപ്പോൾ എല്ലാം തിരിച്ചറിഞ്ഞാണ് ഇവിടെ നിന്നും മടങ്ങുന്നത്. അതായത് ഇനി ഒരു റിപ്പോർട്ടിന്റെ ആവശ്യം പ്രധാനമന്ത്രിക്കില്ല. കാരണം പ്രധാനമന്ത്രി തന്നെ ദുരന്ത ഭൂമിയിൽ ഏറ്റവും അടിത്തട്ടിലിറങ്ങി കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇതിന് എന്ത് നടപടി ഉണ്ടാകുന്നു? പ്രധാനമന്ത്രി അവലോകന യോഗത്തിൽ
പറഞ്ഞത് കേരളത്തെ ചേർത്ത് പിടിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി അപ്പോൾ തന്നെ വിളിച്ച് പിന്തുണ അറിയിച്ചതുമെന്നുള്ളതാണ്. ഏതായാലും ഇനി കാത്തിരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ ഒരു സമഗ്രമായ പാക്കേജിനാണ്, കേന്ദ്രത്തിൻ്റെ സഹായങ്ങൾക്കാണ്. ഏതായാലും ഇതാ ദൃശ്യങ്ങളിൽ നിന്നും ഹെലികോപ്റ്ററുകൾ രണ്ടും പറന്നകന്നു കഴിഞ്ഞു. ഇനി അടുത്ത മൂന്നാമത്തെ ഹെലികോപ്റ്റർ, അതായത് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും ക്രൂ മെമ്പർമാരുമുള്ള മൂന്നാമത്തെ ഹെലികോപ്റ്റർ കൂടി ഇതാ ലാൻഡ് ചെയ്യുന്നു. അതിൽ മറ്റു ഉദ്യോഗസ്ഥർ കൂടി കയറിയതിനു ശേഷം 3 ഹെലികോപ്റ്റർ വാഹന വ്യൂഹമായി ഉള്ള 3 കൂടി ഇവിടെ നിന്നും യാത്രയാവുകയാണ്. വിജയകുമാർ, ദീപധർമ്മടമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൽപ്പറ്റയിലെ ഹെലിപാഡിൽ നിന്ന് പ്രധാനമന്ത്രി കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു. അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വയനാട് സന്ദർശനം പൂർത്തിയായിരിക്കുകയാണ്. രാവിലെ 10:53 നിശ്ചയിച്ചതിനേക്കാൾ നേരത്തെയാണ് പ്രധാനമന്ത്രി കണ്ണൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത്. പക്ഷെ പിന്നീട് അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിരുന്നു പ്രധാനമന്ത്രിയുടെ നീക്കങ്ങളെല്ലാം. ഷെഡ്യൂളുകളെല്ലാം മാറി മറിയുന്നു. 3:55 അദ്ദേഹം കണ്ണൂരിൽ നിന്ന് മടങ്ങേണ്ടതാണ്. പക്ഷേ വിശദമായി തന്നെ വയനാടിനു വേണ്ടി സമയം ചെലവഴിക്കാൻ നരേന്ദ്രമോദി തയ്യാറായി. ഈ ദുരന്ത മേഖല സന്ദർശിക്കുന്നു. വെള്ളാർമല സ്കൂൾ പ്രത്യേകം നോക്കിക്കാണുന്നു. അവിടുത്തെ കുട്ടികളുടെ സാഹചര്യങ്ങൾ എന്ത് എന്നതിനെപ്പറ്റി ചോദിച്ചറിയുന്നു. 33 കുട്ടികളാണ് വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ കാണാതായത് അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ മുണ്ടക്കൈ സ്കൂളിൽ ഏതാണ്ട് 11ഓളം വിദ്യാർത്ഥികളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് വലിയൊരു ദുരന്തമാണ് അവിടെ ഉണ്ടായത് കുരുന്നുകളെ സംബന്ധിച്ചും. അങ്ങനെ ആ ഭാഗങ്ങളെല്ലാം വികാരവായ്പോടെ തന്നെയാണ് നരേന്ദ്രമോദി കണ്ടത്, കാര്യങ്ങൾ ആരാഞ്ഞത്. അതിനുശേഷം ചൂരൽമലയിൽ ഏതാണ്ട് 50 മിനിറ്റോളം, 1 മണിക്കൂറോളമാണ് മോദി ചെലവിട്ടത്. അതൊക്കെ ഈ ഷെഡ്യൂളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതായിരുന്നു. പിന്നീട് ക്യാമ്പുകൾ സന്ദർശിക്കുന്നു. അവിടെ നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ ആളുകളെ കാണുന്നു. അവരുടെ അനുഭവങ്ങൾ നേരിട്ട് കേൾക്കുന്നു. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പിന്നീട് ആശുപത്രിയിലെത്തുന്നു. അവിടെയും നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ പേരെ കാണുന്നു. അവരുമായും സംസാരിക്കുന്നു. അവരെയും ആശ്വസിപ്പിക്കുന്നു. അതിനുശേഷം കൽപ്പറ്റയിൽ ഈ കളക്ടറേറ്റിലെ അവലോകന യോഗത്തിലും പങ്കെടുക്കുന്നു.